ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമുക്കിന്ന് രണ്ട് പ്രോഗ്രാം ഉണ്ട്. മോർണിംഗ് നമുക്ക് എവിടെ ആരംഭിക്കാം? മോർണിംഗ് കാലിക്കറ്റ് ആണ്, ഒരു വെഡിങ് ഷോ ആണ്, ലാവൻഡീസ് കൺവെൻഷൻ സെന്റർ. അപ്പൊ നൈറ്റ് നമുക്ക് മലപ്പുറത്താണ്, സ്കൂൾ പ്രോഗ്രാം ആണ്. മോർണിംഗ് നമുക്കൊരു വെഡിങ് പ്രോഗ്രാം ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നൈറ്റ് പ്രോഗ്രാം സ്കൂളിലല്ലേ, സ്കൂൾ പ്രോഗ്രാം ആണ്. അപ്പോ രണ്ട് പ്രോഗ്രാമിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ അറിയുന്ന ആൾക്കാരെ പറഞ്ഞു. കാരണം നിങ്ങൾ പ്രോഗ്രാംസ് വീഡിയോ എടുത്ത് യൂട്യൂബ് ഇടുമ്പോൾ നമ്മൾ പ്രോഗ്രാം കണ്ട ഒരു ഫീൽ വരുന്നുണ്ട്. അല്ല, നമുക്ക് ഒരു കമന്റ് വന്നതാണ്, നിങ്ങൾ പ്രോഗ്രാം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രാമിന് നിങ്ങൾ കൂടെ വന്ന ഒരു ഫീലാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കമന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കമന്റ് ഇട്ട ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഈ ഒരു വീഡിയോ. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിശേഷങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം. നമ്മളിപ്പോ ഇതാ ഒരു 10:15 മണിയെല്ലാം ആകുമ്പോഴൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മോർണിംഗ് അല്ല, ഒരു ഉച്ചക്കാണ് പ്രോഗ്രാം. നമ്മളിതാ വടകരന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കൈനാട്ടി എത്താനായി. അപ്പൊ നമുക്കൊരു കരിക്ക് കുടിക്കാൻ വേണ്ടി സൈഡൊക്കെ നമ്മൾ രണ്ടാളും. സൗണ്ടെല്ലാം വരുന്നു ഗൈസ്, എന്നിട്ട് കുടിക്കുമ്പോ തീർന്നാ. നമ്മളൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനുണ്ട്. അവന്റെ പരിപാടിയാണ് ഇന്നത്തെ മോർണിംഗ് പ്രോഗ്രാം, വെഡിങ്. എനിക്ക് തണുപ്പുള്ള ഈ ജ്യൂസ് കുടിച്ചിട്ട് നാവ് കുഴഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയി, അതാ ലേറ്റ് ആയത്. ഒന്നാമത് ഭയങ്കര ചൂടല്ലേ, ഇപ്പോഴത്തെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അൺസൈക്കബിൾ ചൂടാണ്. ചൂട് കൊണ്ട് ഭയങ്കര ക്ഷീണമായി പോകുന്നു. ഇതാണ് കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ. മക്കളെ, ഷാക്കി കാസർഗോഡ് വരികയാണ്. ഇതാണ് നമ്മള് ഷാക്കി കാസർഗോഡ് വരികയാണ് മൊഞ്ചൻ. ഇതാണ് നമ്മളെ ഷാക്കി കാസർഗോഡ്. എന്താ പൊള്ളിപ്പോയാ? എന്ത് എന്റെ അല്ലടാ, അത് ഇക്കാക്കന്റെ മോള് കയറിയിട്ടുണ്ടോ ഇന്നലെ, മോള് കുത്തിയിട്ടുണ്ടാവും. സോറി. ഞാന് കാസർഗോഡ് നിന്ന് വന്നിട്ട് പൈച്ചിട്ട് സൈഡ് ഇരിക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ ജയിലിലുണ്ടായതാ രണ്ടോ? ലേറ്റ് ആവുന്ന വിചാരിച്ചിട്ട് നേരത്തെ എത്തിയത്. നോക്കാലേ, നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നല്ലേ ഷാക്കി? നമ്മളെ പ്രോഗ്രാം ഏകദേശം ഒരു 1 PM ആവും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന് മുമ്പില്ലേ നല്ലൊരു അടിപൊളി ഇലച്ചോറും നല്ല സദ്യയും ഫിഷും. ഞങ്ങൾ ശരിക്കും പറഞ്ഞാലില്ല, മര്യാദക്ക് ഭക്ഷണം ഒന്നും കഴിക്കാണ്ടാ വന്നത്. പ്രോഗ്രാമിന് ലേറ്റ് ആവുന്ന വിചാരിച്ചിട്ട്. പക്ഷെ പ്രോഗ്രാമിന്റെ ആളെന്നെ പറയുന്നത് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോവാം. അപ്പൊ പിന്നെ നമ്മളിങ്ങനെ സമാധാനത്തോടെ പോകുന്നുണ്ടല്ലേ റമിക്ക? നമുക്ക് നോക്കാം നല്ല ഹോട്ടലിൽ കിട്ടുമെന്ന്. പറയുന്ന ഊണില്ല, നല്ല മീൻകറിയും പുട്ട് വെള്ളപ്പം എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ഊണ് കഴിക്കാൻ വന്നു. പക്ഷെ എല്ലാവർക്കും ടൈം ഇപ്പോൾ ആകെ നമ്മൾ 11:50 ആയുള്ളൂ, 12:30 മണിയാവും. അപ്പം നമ്മൾ നല്ല ചൂട് പത്തിരിയും നല്ല അടിപൊളി മീൻകറിയും കറി വന്നു. എൻ്റെ ഒരാൾ കൂടി ഉണ്ടേ, അയില ചൂര. പിന്നെ പച്ചക്കറി എന്തുള്ള റമിക്ക് ഇതന്നെയല്ലോ വാങ്ങുന്നത്? നല്ല വെള്ളക്കടലക്കറി. ഒരേ വെള്ളക്കടല തന്നെ ചേച്ചി കറി. ചേച്ചി നമ്മളെ കരയിപ്പിച്ച് കളിച്ചു. അടിപൊളി പത്തലും നമ്മളെ മീൻകറി. ഇനി നമ്മളെ കളയാൻ്റെ മുമ്പ് പ്ലേറ്റൊക്കെ കഴുകണ്ട, അങ്ങനെയാണ് കഴിക്കേണ്ടത്. ചേച്ചി സത്യം പറയണം പോലെ. ഇത് രണ്ടുപേരും അറിയാം, മീൻ മാത്രം മാറി അല്ലെങ്കിൽ ഇതിൽ കുറച്ച് മസാല തരും. മാന്ത മസാല അടിപൊളി. ഒരു മാന്തയും കൂടി നമ്മുടെ തുമ്പിനെ പിടിക്കൂല, ഇങ്ങനെ നോക്ക് കുറച്ചു നേരം. പക്ഷെ മീൻ മുട്ട ഫ്രൈ ആക്കി തന്നാ തോന്നുന്നു. തന്നോടുക്കുന്നുണ്ടല്ലോ 10 കൂടെ മോര്. ബില്ല് കൊടുക്കാൻ അടി കൊടുക്കും. തീർച്ചയായിട്ടും ഇവിടെ ബസ് ഇവിടെ കയറിയിട്ടേ പോകും.
മഞ്ജനായി. ഇനിയിപ്പോ നേരെ നമ്മളെടുപ്പോ സ്ട്രൈറ്റ് ഗോ ടു ദ ഷോ. ഷാക്കി ഷോ. നോ, അവർ ഷോ. അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു. ഇവ രണ്ടാളും പോന്നു, ഞാൻ മേക്കപ്പ് ആയിട്ട്. അപ്പൊ ഞാന് റെഡി ആയിട്ടുണ്ട്. റമീക്ക് തന്നെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇത് പറയാ ഞാൻ അങ്ങനെ വാരി കോഴി മേക്കപ്പ് ഒന്നും ഇടാറില്ല ഗൈസ്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ലൈറ്റ് ആയിട്ട് മാത്രമേ ഇടാറുള്ളൂ. ഞാൻ കമ്മലിടാൻ മറന്നുപോയി, അല്ല എടുക്കാൻ മറന്നുപോയി. സാരില്ല, ഇത് കുഴപ്പമില്ല. പിന്നല്ലാണ്ട് കണ്ട എത്ര നല്ലൊരു കെട്ടിയോനെ ആർക്ക് എവിടെ നീട്ടും. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഷാക്കി നല്ല മാന്ത പൊരിച്ച കഴിച്ചത് ഇവർക്ക് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ പറയാനുള്ള? തുമ്മിക്കഴിഞ്ഞോ? അലർജി. ഓക്കെ, കുഴപ്പമില്ല. നമ്മളെ ഡാൻസിന് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. ഇല്ല, നല്ല അടിപൊളി ഒരു സിംഗറാണ് അല്ലേ? ഡാൻസ് എവിടെയും വീട് വരാം? മലപ്പുറത്ത്. വെഡിങ് നിക്കാഹ് സെറിമണിയിലാണ്. ഒരിക്കൽ കൂടി ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങൾ എല്ലാവരെയും ഈ ഫാമിലിക്ക് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം ഞങ്ങൾ ഈ ഒരു ചെറിയൊരു സംഗീത വിരുന്ന് ആരംഭിക്കുകയാണ്. എവിടെയെല്ലാം കഴിഞ്ഞിട്ടോ പേക്കപ്പ് ഒരു പരിപാടി രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോണം. നല്ല അടിപൊളി വെതർ അല്ലേ? അടിപൊളി. നല്ലൊരു മഴക്കുള്ള ഒരു കോളുണ്ട്. അയ്യവാ നോക്ക്, ഷാക്കിന് റമി കട നോക്ക്. പക്ഷെ ഭയങ്കര ബ്യൂട്ടി കേട്ടാ. പ്രോഗ്രാമിന് ശേഷം നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. അപ്പൊ നമുക്ക് ചായ കുടിക്കാൻ പോവാം. നമ്മുടെ ഓർക്കസ്ട്ര ടീംസ് ഒക്കെ ഉണ്ട് ചായ കുടിക്കാൻ വേണ്ടി. കേസു പറയുന്ന ഷോപ്പിൽ നമ്മൾ പോകും ചായ കുടിക്കാന്. കേസു ചായ കോളായിട്ടുണ്ടെങ്കിൽ ചോറ ചായ പിടിക്കോ? ജെനീസ്ക്ക് ഡൗട്ട് അതെന്താ സാധനം. ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് ക്യാച്ച് ചെയ്യില്ല. നോയ്സ് ക്യാൻസലേഷൻ ഞാൻ അത് ഗാന്ധാണ് വിചാരിച്ചത്. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഈ വിലയേറിയ അറിവിന് നന്ദി. പിന്നെ ഇതേക്കാൾക്ക് ചെമ്പല്ലുണ്ട്, പിന്നെ ബീഫ്, കൂന്തള്, മൂരു, ഫിഷ് ഇല്ലേ? ഫിഷ് കപ്പയും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കഴിക്കണം ഭക്ഷണം. നമ്മൾ ഷാക്കി പറഞ്ഞോണ്ടിരുന്നു എല്ലാരും. പ്ലേറ്റ് കാലിയാണ്. വടിച്ചെടുത്തു ഷുഗർ ചെക്ക് ചെയ്യപ്പോ എത്ര ഉണ്ടായി? എനിക്ക് ഷുഗർ നാളെ ഇടാം. ബൈ. നാളെ പരിപാടി ഉണ്ടോ? അപ്പൊ നമ്മൾ അടുത്ത പ്രോഗ്രാമിന് വേണ്ടിട്ട് പോവാണ്. നോക്കുമ്പോ ഭയങ്കര ബ്ലോക്ക് അല്ലേ റമീക്ക? നമ്മൾ സെക്കൻഡ് പ്രോഗ്രാം പോകുന്ന വഴികൾ കണ്ട കൊറേ കവുങ്ങും തോട്ടെല്ലാം ഉണ്ട്. ഒരു വൈബ് സ്ഥലം റമീക്ക. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാല ചായ തോന്നുന്നു. നല്ലൊരു ഏലക്കായൻ്റെ ഒരു ടേസ്റ്റ്. നല്ല രസമുണ്ട്. രാജു സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹിക രംഗത്ത് ഒരുപാട് പരിവർത്തനങ്ങൾ. ഒരുപാട് സന്തോഷം. സ്വാഗതം ചെയ്യുന്നു റിയാന റമീസ്.
മുമ്പ് 921 മലബാർ കലാപം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് പായസം കുടിച്ചാ ഇതിലെ പായസം കിട്ടിയിട്ട ഒരു പ്രോഗ്രാം പൊളി വൈബാക്കി നമ്മൾ അടിച്ചു പൊളിച്ച് നല്ല ഓഡിയൻസ് ഇതേപോലെ പായസം നമ്മുടെ പ്രോഗ്രാം നയിച്ചാണിതാ ആങ്കർ നമ്മുടെ ബാപ്പു വള്ളിപ്പറമ്പിന്റെ പ്രോഗ്രാം ആയിരുന്നു ഇന്ന് തൃപ്പന JP സ്കൂളില്. അപ്പോൾ റമീസ്, റിയാന, ആദിലത്തു, അതേപോലെ തന്നെ ഷാജ ടീം ഒരു രക്ഷയില്ല. വൈബ് പ്രോഗ്രാം, അടിപൊളി ചില്ലി കളർ. റമിക റമി ഷഹജ, അത് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അടിച്ചു പൊളിച്ചു. അടിപൊളിയായിരുന്നു. പക്ഷേ അത് വേണ്ട, അല്ലെങ്കിൽ വേണ്ട, വേണ്ട, അതൊന്നും വേണ്ട. നമ്മുടെ ആ പാട്ട് വെളുക്കുമ്പോൾ വെളുക്കെടുക്കുമ്പോഴുള്ള പാട്ട് അതിനെന്റെ പറ്റിയ വോക്കലില്ലായിരുന്നു. വഴി തെറ്റിയാ? നീ എന്നെ കൂടി വഴി തെറ്റിക്കോ? ഞാൻ ഓൾറെഡി തെറ്റിയതായതുകൊണ്ട് ഹായ്. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാറ് വന്ന് കുത്തും, സൈഡിലേക്ക് നിന്നു. പറഞ്ഞോ ഇങ്ങോട്ടാ പോന്നെ, ഇതിന്റെ നേരെ മുമ്പിൽ വന്നിട്ടുണ്ടോ? ആടെ ഇങ്ങോട്ട് വന്നോളൂ. മൊയ്ന്തളാണ് രണ്ടും മൊയ്ന്തളാണ്. ഒത്തത് നിൽക്കത്തില്ല മൊയ്ന്തിന്റെ. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വീഡിയോസ് ഒക്കെ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നല്ല അടിപൊളി കിടിലൻ വീഡിയോസ് ഒക്കെ ഞങ്ങളും വരും. ബൈ പറഞ്ഞ ബൈ പറഞ്ഞ. അപ്പൊ എല്ലാവർക്കും വൈൻഡപ്പ് പറയുന്നതിന് വൈൻഡപ്പിന് ശേഷം ഞങ്ങൾ ഇതാ നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു മിന്റ് ടീ കുടിക്കാൻ വേണ്ടി. റിയാക്ക് ഭയങ്കര ക്ഷീണം, ഉറക്ക് വരുന്നത്. ഡ്രൈവർ ക്ഷീണിതനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ചായ കുടിക്കാം, എന്നാലും ഉറക്കങ്ങ് പോകും, ക്ഷീണം മാറും. അങ്ങനെ നമ്മൾ മിന്റ് ടീ കുടിക്കാൻ വേണ്ടിയിട്ട് സൈഡാക്കി. പക്ഷെ ഇത് ഭയങ്കര സ്ട്രോങ് ആയി പോയിരുന്നു, കഴിക്കോ എന്നുള്ള. മിന്റ് ടീയിൽ നിന്നും തല പൊക്കി വെക്കുന്നു.